ഫാസിസ്റ്റ് ആശയങ്ങൾ ഇന്ന് എങ്ങനെയാണ് ലോകത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഉടലെടുത്ത് അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എങ്ങനെയാണത് ആഴത്തിൽ വേരോട്ടം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരാശയമായി മാറുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ മുഖ്യധാര രാഷ്ട്രീയ മാധ്യമങ്ങൾ പലപ്പോഴും പല വിഷയങ്ങളിലും ശ്രദ്ധ കൊടുക്കാൻ മടിക്കുന്നതും, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഷയങ്ങളിൽ അരികവൽക്കരിക്കപ്പെടുന്ന സമുദായങ്ങളുടെ വിഷയങ്ങളിലൊക്കെ അവർക്ക് കൂടുതൽ ദൃശ്യത ലഭിക്കുന്നതിൻ്റെ പേരിൽ അതിലൊക്കെ മടി കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും വളരെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് തന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന, അതിൻ്റെ പേരിൽ ഭരണകൂട വേട്ട അനുഭവിക്കേണ്ടി വന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിലെ വ്യക്തിയെ തന്നെയാണ് നമുക്ക് ഇന്ന് ഇവിടെ ഈ സെഷനിൽ ലഭിച്ചിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലൊരു സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരത്തിലൊരു മാധ്യമ സ്ഥാപനത്തിലും കൂടി വർക്ക് ചെയ്യുന്നൊരു സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു വിദ്യാർത്ഥികളോട്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ CA-NRC പ്രക്ഷോഭങ്ങൾ പോലെയുള്ള സമരങ്ങൾ അതിന് നേതൃത്വം വഹിക്കുന്ന കൂടി ആളുകളായിട്ട് വിദ്യാർത്ഥികൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വിദ്യാർത്ഥികളോട്, നമ്മളോട് എന്താണ് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ളത് എന്ന് നമുക്ക് സശ്രദ്ധം കാതോർക്കാം. ഇൻഷാ അല്ലാഹ് നമ്മുടെ മീഡിയ വൺ സീനിയർ ന്യൂസ് എഡിറ്റർ നിഷാദ് റാവുത്ത് സാറാണ് നമുക്ക് ഇന്ന് അതിഥിയായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ സ്നേഹാദരപൂർവ്വം GIO കേരളയുടെ പേരിൽ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സെഷൻ കൈകാര്യം ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു സെഷൻ വളരെ മനോഹരമായിട്ട് നമുക്ക് ശ്രവിക്കാനും പല കാര്യങ്ങൾ അതിൽ നിന്ന് ഉൾക്കൊണ്ട് ഈ ഒരു സെഷനെ കൂടുതൽ ഇൻട്രാക്റ്റീവ് ആക്കാനും നിങ്ങളെല്ലാവരും അതിൽ കൃത്യമായി ഇൻവോൾവ് ആകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യം തന്നെ ഇത്തരം വിശാലമായൊരു സദസ്സിൻ്റെ മുൻപിൽ ഇരിക്കാൻ കഴിയുന്നതിൻ്റെ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ സംസാരിക്കേണ്ടുന്ന വിഷയം എന്താണെന്ന് സംബന്ധിച്ച് എനിക്കിപ്പോഴൊരു ഒരു ആശയവ്യക്തതയുടെ പ്രശ്നമുണ്ട്. പൊതുവേ ഈ പരിപാടി ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യവും മൂല്യവും എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തേത്, ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇന്ത്യയിലെ മാധ്യമങ്ങൾ നേരിടുന്ന സവിശേഷമായ പ്രതിസന്ധി എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. മാധ്യമങ്ങളെക്കുറിച്ച് പൊതുവെ ആളുകൾക്കുള്ളൊരു ചിന്ത, മാധ്യമങ്ങൾ സത്യവും ധർമ്മവും തേടിക്കൊണ്ടേയിരിക്കുന്നു, അവയെല്ലാം കലർപ്പില്ലാതെ ഒട്ടും സവിശേഷ താല്പര്യങ്ങളും മുൻവിധികളുമില്ലാതെ ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കുകയും അവരുടെ അടിസ്ഥാന അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ചെയ്യുന്നു എന്നതാണ് മാധ്യമങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ പൊതുധാരണ, അല്ലെങ്കിൽ ജേർണലിസം എന്ന ധാരയുടെ എത്തിക്കൽ കോഡ് എന്ന് പറയുന്ന സംഗതി അതാണ്. പക്ഷെ ഇന്ത്യയിൽ മാധ്യമങ്ങൾ ആ നിലയ്ക്കുള്ള പ്രവർത്തനം നടത്തുന്നുണ്ടോ, അത് ദുർബല വിഭാഗങ്ങളോട് എന്തുമാത്രം ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി എന്തുമാത്രം പോരാട്ടം നടത്തുന്നു എന്ന് ചോദ്യം ചോദിച്ചാൽ നമ്മുടെ മുമ്പിലുള്ള ഉത്തരം കടുത്ത നിരാശയാണ് എന്ന് കാണാം. അപ്പോൾ മാധ്യമങ്ങൾ ഇന്ത്യയിൽ നേരിടുന്ന പ്രതിസന്ധി എന്താണ്? അപ്പോൾ എല്ലാവരും മാധ്യമങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ആദ്യം കാണുന്ന ഒന്ന് ഭരണകൂടം മാധ്യമങ്ങൾക്ക് മേൽ നടത്തുന്ന വലിയ സമ്മർദ്ദമാണ്. എന്ന് വെച്ചാൽ സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിനപ്പുറം പോയിക്കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയാത്തതാണ് മാധ്യമങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് തോന്നും. മാധ്യമങ്ങൾ നേരിടുന്ന പ്രതിസന്ധി അങ്ങനെ ബാഹ്യമായ സമ്മർദ്ദം മാത്രമല്ല, മാധ്യമങ്ങൾ നേരിടുന്ന പ്രതിസന്ധി നമുക്ക് രണ്ടു തരം പ്രതിസന്ധിയായിട്ട് വിളിക്കാം. അതൊന്ന് ബാഹ്യമായ പ്രതിസന്ധിയും മറ്റൊന്ന് ആഭ്യന്തരമായ പ്രതിസന്ധിയുമാണ്. ബാഹ്യമായ പ്രതിസന്ധി എന്താണ്? ബാഹ്യമായ പ്രതിസന്ധി ഓഫ്കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഭരണകൂടത്തിൻ്റെ താല്പര്യത്തിനൊപ്പിച്ചല്ല മാധ്യമങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ വലിയ പാടാണ്.
പാരീസ് ആസ്ഥാനമായിട്ടുള്ള റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഏജൻസി എല്ലാ വർഷവും ലോകത്ത് മാധ്യമ പ്രവർത്തന സ്വാതന്ത്ര്യത്തിൻ്റെ കണക്ക് പുറത്തുവിടുന്നുണ്ട്. നമ്മൾ ഓരോ വർഷവും സ്വാതന്ത്ര്യത്തിൽ ഒരു 10 നമ്പർ വീതം പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം 160 സ്ഥാനത്താണ്. ആകെ 180 രാജ്യങ്ങളുടെ കണക്ക് പുറത്തു വരുമ്പോൾ ഇന്ത്യയെ പോലെ ഒരു ബഹുസ്വര ജനാധിപത്യ രാജ്യത്തിൽ മാധ്യമ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം 160 സ്ഥാനത്താണ്. അവരിതിൻ്റെ കണക്കെടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്. അതായത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, ഇന്ത്യയിലെ മാധ്യമങ്ങൾ എന്തുമാത്രം സ്വതന്ത്രമായി സംസാരിക്കുന്നുണ്ട്, എന്തുമാത്രം സർക്കാർ വിമർശനം നടത്തുന്നുണ്ട് പോലെയുള്ള സംഗതികളുടെ ആ ക്രൈറ്റീരിയ വെച്ച് പരിശോധിക്കും ഇന്ത്യയിലെ മാധ്യമങ്ങൾ ബഹുദൂരം പിന്നിലാണ് എന്ന് ഒരു വിദേശ ഏജൻസി കണ്ടെത്തുകയാണ്. ഓരോ വർഷം പിന്നിടുമ്പോഴും നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ, സ്വതന്ത്ര മാധ്യമ പ്രവർത്തന സാധ്യതയുടെ അളവ് കുറഞ്ഞു വരികയാണ് ഇന്ത്യയിൽ എന്നതാണ് കാണേണ്ട കാര്യം. അതെന്താണ്? ഭരണകൂടത്തിന് താല്പര്യമില്ലാത്തതാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ സുഗമമായി സഞ്ചരിക്കാൻ പ്രയാസമാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, മാധ്യമങ്ങളുടെ പ്രശ്നം അതിൻ്റെ മൂലധന താല്പര്യമാണ്. ആരാണ് മാധ്യമത്തിന് പണം മുടക്കുന്നത്? പണം മുടക്കുന്ന ആളുടെ താല്പര്യത്തിനപ്പുറം സഞ്ചരിക്കാൻ കഴിയാത്ത പരിമിതാവസ്ഥ മാധ്യമങ്ങൾ നേരിടുന്നുണ്ട്. ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളെയും കോർപ്പറേറ്റുകൾ കൈയടക്കി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഏറ്റവും അവസാനം അറിയാവുന്ന NDTVയുടെ കഥ എടുത്ത് പരിശോധിച്ചാൽ അതും ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ അടുത്ത സുഹൃത്തായ അദാനി വാങ്ങുകയും അത് NDTV എന്നത് നരേന്ദ്ര ദാമോദർ ദാസ് TV ആയി മാറുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ സ്വതന്ത്ര മാധ്യമങ്ങൾ എന്ന് പറയുന്ന സർക്കാർ വിമർശനം ഭയമില്ലാതെ നടത്താൻ കഴിയുന്ന മാധ്യമങ്ങളുടെ സാധ്യത കുറഞ്ഞേ വരികയാണ് എന്നാണ് നമ്മൾ കാണുന്ന കാര്യം. അപ്പം എന്താണ്? ഒന്ന്, ഭരണകൂടത്തിന് താല്പര്യമില്ലാത്തവ ചെയ്താൽ മുന്നോട്ട് പോകാനുള്ള പ്രയാസം. രണ്ടാമത്, പണം മുടക്കുന്ന ആളുടെ കോർപ്പറേറ്റ് മൂലധന താല്പര്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട സംഗതി. പിന്നെ സ്വാഭാവികമായും സമൂഹത്തിലെ പലതരം ശക്തികളെ അതിജീവിച്ച് വേണം മാധ്യമങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. പലതരം ശക്തികൾ എന്ന് പറയുമ്പോൾ വൻകിട ലോബികളുണ്ട്, അല്ലെങ്കിൽ വലിയ മാഫിയകളുണ്ട്, പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, മതങ്ങളുണ്ട്. അങ്ങനെ പലതരം ഘടകങ്ങൾ മാധ്യമങ്ങളെ അതിൻ്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് വിഘാതമുണ്ടാക്കുകയോ സമ്മർദ്ദം ഉണ്ടാക്കുകയോ ചെയ്യുന്നുണ്ട്. അതാണ് ബാഹ്യമായ സംഗതി. ആഭ്യന്തരമായത് എന്താണ്? ആഭ്യന്തരമായി മാധ്യമങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് അതിൻ്റെ ക്വാളിറ്റി ലോസ്. അതിൻ്റെ എത്തിക്കൽ കോഡ് എന്തുമാത്രം വയലേറ്റ് ചെയ്യുന്നു, മാധ്യമങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കുള്ള വിശ്വാസവും പ്രതീക്ഷയും എന്താണ്, ആ പ്രതീക്ഷയ്ക്ക് അപ്പുറം പോയിട്ട് അവ എങ്ങനെയാണ് ഡിവിസീവ് പൊളിറ്റിക്സിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ആളുകളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്, വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ പ്രചാരകരായി മാറുന്നത്, ഉത്തരവാദിത്തരഹിതമായി മനുഷ്യർക്കിടയിൽ വിഭജനാശയം വളർത്തുന്നത് മാധ്യമങ്ങൾ എന്നതാണ് മാധ്യമങ്ങൾ ആഭ്യന്തരമായി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. എന്നുവെച്ചാൽ ഗ്യാൻവാപ്പി മസ്ജിദ് പൊളിച്ച് അവിടെ ഒരു പള്ളി പണിയണം എന്നൊരു കൂട്ടം ആളുകൾ ആവശ്യപ്പെടുമ്പോൾ ഗ്യാൻവാപ്പി മസ്ജിദിനകത്ത് ഞങ്ങൾ ശിവലിംഗം കണ്ടിരിക്കുന്നു, ഇന്ത്യ ടുഡേ ഇത് ആദ്യമായി ഇതിൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ പുറത്തുവിടുന്നുവെന്ന് ഉത്തരവാദിത്തരഹിതമായി ഒരു ദിവസം മുഴുവൻ കവറേജ് നടത്താൻ മാധ്യമങ്ങൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരുന്നില്ല. ഉത്തർപ്രദേശ് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഗർഭ ഡാൻസ് കാണാൻ എന്തിന് മുസ്ലിങ്ങളായ പുരുഷന്മാർ വരുന്നു? അത് ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകാനല്ലേ എന്ന ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ TRP റേറ്റിംഗ് ഉള്ള ചാനലിൻ്റെ തലപ്പത്തിരിക്കുന്ന എഡിറ്റർക്ക് അവരുടെ പ്രൈം ടൈം ഷോയിൽ ചോദിക്കാൻ തോന്നുന്നു. അതാണ് എങ്ങനെയാണ് ഉത്തരവാദിത്തത്തിനപ്പുറം പോയിരുന്നുകൊണ്ട് ആളുകളെ തെറ്റിക്കാനുള്ള ഭരണകൂടത്തിൻ്റെ അജണ്ടയ്ക്ക് ഒപ്പിച്ച് പ്രവർത്തിക്കാൻ കഴിയുക എന്നത്. ഇന്ത്യയിൽ കർഷക പ്രക്ഷോഭം നടക്കുമ്പോൾ ആ കർഷക പ്രക്ഷോഭം എന്തിനു വേണ്ടിയാണ്, ഈ മനുഷ്യർ എന്തിനാണ് തെരുവിൽ കിടന്ന് മഞ്ഞും വെയിലും കൊള്ളുന്നത് എന്ന ചോദ്യം ചോദിക്കുന്നതിന് പകരം ഈ സമരം വിദേശികൾ ആസൂത്രണം ചെയ്ത, ഖലിസ്ഥാൻ വിഘടനവാദികൾ ആസൂത്രണം ചെയ്ത രാജ്യവിരുദ്ധ ടൂൾ കിറ്റ് സമരമാണോ എന്ന തലക്കെട്ട് ചർച്ച ചെയ്യാനാണ് മാധ്യമങ്ങൾക്ക് താല്പര്യം. ഇന്ത്യയിലെ പാർലമെന്റിൽ നിന്ന് 152 പ്രതിനിധികളെ, MP-മാരെ പാർലമെന്റിന്റെ സുരക്ഷ എവിടെ എന്ന ന്യായമായ ചോദ്യം ചോദിച്ചതിന്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും പരമപ്രധാനമായ ജനാധിപത്യത്തിന്റെ സ്ഥിരാകേന്ദ്രമായ പാർലമെന്റിൽ നിങ്ങൾ കോടാനുകോടി മുടക്കി ഉണ്ടാക്കിയ പുതിയ പാർലമെന്റിൽ എന്തുകൊണ്ട് സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് ഈ രാജ്യത്തിന്റെ ഭരണനായകൻ വിശദീകരിക്കണം എന്ന തികച്ചും ന്യായമായ ആവശ്യം ഉന്നയിച്ചതിന്റെ പേരിൽ 150-ലധികം ജനപ്രതിനിധികളെ ഒറ്റയടിക്ക് പുറത്താക്കിക്കൊണ്ട് വിപത്കരമായ നിയമങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പാസ്സാക്കുന്നു ഭരണകൂടം. മാധ്യമങ്ങൾക്കതൊരു വിഷയമല്ല. അപ്പോൾ പുറത്തിറങ്ങി വന്ന MP-മാർ അവിടെ ഒരു പ്രൊട്ടസ്റ്റ് സംഘടിപ്പിച്ചപ്പോൾ ആ പ്രൊട്ടസ്റ്റിൽ രാജ്യസഭാ ചെയർമാൻ ജഗ്ദീപ് ധൻഖഡിനെ കുറിച്ച് എന്തോ ഒരു തമാശ പറഞ്ഞു. ഒരു MP ഒരു മിമിക്രി കാണിച്ചു.
അത് ആക്ഷേപകരമാണോ എന്ന തലക്കെട്ടിൽ ചർച്ചകൾ നടത്തുകയും അതിന്മേൽ പ്രതികരണങ്ങൾ എടുക്കുകയും ചെയ്യുകയും അതിൽ എൻഗേജ് ചെയ്യുകയും ചെയ്യുകയാണ് മാധ്യമങ്ങൾ. ഗൗതം അദാനിയുമായി ഭരണകൂടത്തിന് എന്താണ് ബന്ധമെന്ന് വളരെ സ്പഷ്ടമായ ചോദ്യങ്ങൾ ചോദിക്കുന്നു പ്രതിപക്ഷം ലോക്സഭയിൽ. എന്നിട്ട് ഗൗതം അദാനിയും പ്രധാനമന്ത്രിയും ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഒരുമിച്ച് സഞ്ചരിക്കുന്നതിന്റെ ചിത്രം കാണിച്ചിട്ട് നിങ്ങൾ പോയത് എവിടെയൊക്കെയാണ്, നിങ്ങൾ പോയതിനു ശേഷം അദാനിക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടി, നിങ്ങളും അദാനിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് അദാനിയുടെ പേര് പോലും പറയാതെ സുദീർഘമായ മറുപടി പറയുന്നു ആര്? പ്രധാനമന്ത്രി. അപ്പോൾ രാഹുൽ ഗാന്ധിയെ പൊളിച്ചടുക്കി പ്രധാനമന്ത്രി എന്ന തലക്കെട്ടിൽ ചർച്ച നടത്തുന്നു ഇന്ത്യയിലെ മാധ്യമങ്ങൾ. ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് ജനാധിപത്യം എന്ന് പറയുന്ന കോസിനോട്, അടിസ്ഥാന വർഗത്തിന്റെ അവകാശങ്ങൾ എന്ന് പറയുന്ന കോസിനോട് എന്തുമാത്രം പ്രതിബദ്ധതയുണ്ട് എന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അപ്പം മാധ്യമങ്ങൾ അതിൻ്റെ എത്തിക്കൽ കോഡ് വയലേറ്റ് ചെയ്യുകയും എങ്ങനെ ദുർബലമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുവെന്ന് നമ്മൾ കാണുകയാണ്. ഒന്നാമത്തെ പ്രശ്നം ഭരണകൂടത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾക്കൊന്നുകിൽ ഭരണകൂടത്തിന് വാഴ്ത്തുപാട്ട് പാടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിശബ്ദമാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കറി ഷോ ടെലികാസ്റ്റ് ചെയ്യാം. അതല്ലാതെ ഭരണകൂടത്തെ ഓഡിറ്റ് ചെയ്യാൻ വർഷം 2 കോടി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത ഭരണകൂടത്തോട് ആ തൊഴിൽ എവിടെ എന്ന ചോദ്യം ചോദിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ നിങ്ങളെ അകാരണമായി നിരോധിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഇപ്പൊ മീഡിയ വൺ ചാനലിനെ നിരോധിച്ചുകൊണ്ട് ഭരണകൂടം പറഞ്ഞത് ഈ ചാനൽ രാഷ്ട്ര സുരക്ഷയ്ക്ക് എതിരാണ് എന്നാണ്. അപ്പോൾ ഒരു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും സുപ്രീം കോടതിയിലും ഈ ചാനലിന്റെ മാനേജ്മെന്റ് ആവർത്തിച്ച് ചോദിച്ചു, ഞങ്ങൾ രാഷ്ട്ര സുരക്ഷയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള വിഘാതം എന്താണ്, ഞങ്ങൾ എന്താണ് രാജ്യത്തോട് ചെയ്ത പാതകം? അപ്പോൾ അവരുടെ മറുപടി, അത് ഞങ്ങൾക്ക് ഈ അഫക്റ്റഡ് പാർട്ടിയോട് പറയേണ്ട ബാധ്യതയില്ല, ഇത് ദേശസുരക്ഷയ്ക്കെതിരാണ്, അതുകൊണ്ട് ഞങ്ങളത് പൂട്ടുകയാണ്. 3 കോടതിയിലും സമാനമായ വാദം ഭരണകൂടം ആവർത്തിച്ചു. ഫൈനലി ദീർഘമായ ഒരു ജുഡീഷ്യൽ പ്രോസസ്സിന് ശേഷം ഈ ചാനൽ ഈ കേസിനെ അതിജയിക്കുകയും അവർക്ക് തുടരാൻ അനുമതി കിട്ടുകയും ചെയ്തു. തോറ്റുപോവുകയാണ് എന്ന് കരുതുക. ഈ കേസിൽ മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് തോറ്റുപോവുകയായിരുന്നു ചെയ്തത് എന്ന് നിങ്ങൾ വിചാരിക്കുക. അപ്പൊ എന്തായിരിക്കും സംഭവിക്കുക എന്ന് വെച്ചാൽ, അകാരണമായി ഏതൊന്നിനെയും വിലക്കാൻ കഴിയുന്ന ഒരു പ്രസിഡൻസ് ഇന്ത്യയിൽ രൂപപ്പെടുകയായി. നിങ്ങൾ ഡിസ്കോസോ മുസ്ലിമ എന്ന പേരിൽ ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കുകയാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഭരണകൂടം പറയുകയാണ് രാഷ്ട്ര സുരക്ഷയ്ക്ക് ഈ പരിപാടി എതിരാണ് നടത്തേണ്ടതെന്ന്. സ്വാഭാവികമായ സംശയം നിങ്ങളിൽ ഉടലെടുക്കുകയായി, രാഷ്ട്ര സുരക്ഷയ്ക്ക് ഞങ്ങൾ എന്താണ് ചെയ്ത പാതകമെന്ന്. അപ്പോൾ ഭരണകൂടം പറയുകയാണ് നിങ്ങളോടത് പറയേണ്ട കാര്യമില്ല, നിങ്ങളത് നടത്തേണ്ട എന്ന്. ആ കേസിൽ മാധ്യമം ബ്രോഡ്കാസ്റ്റിംഗ് ലിമിറ്റഡ് തോറ്റുപോവുകയായിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ സംഭവിക്കുമായിരുന്ന ഒരു ഗുരുതരമായ കീഴ്വഴക്കം എന്തായിരുന്നു, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു ചാനലിന്റെ പ്രവർത്തനാനുമതിയുടെ പ്രശ്നം മാത്രമായിരുന്നില്ല അത്, മറിച്ച് അകാരണമായി മനുഷ്യന്റെ എല്ലാ പ്രകാശന സ്വാതന്ത്ര്യത്തെയും തടയാൻ കഴിയുമായിരുന്ന അപകടകരമായ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കാനുള്ള ഒരു ലാർജർ പ്ലാനിന് സുപ്രീം കോടതി ഈ കേസിലൂടെ തടയിട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഭരണകൂടം പോകുന്നത് എങ്ങനെയാണ്? സ്വതന്ത്രമായി സംസാരിക്കാനുള്ള നിങ്ങളുടെ അവകാശത്തെ റദ്ദ് ചെയ്തുകൊണ്ട് പോവുകയാണ് ഭരണകൂടം. അപ്പോൾ ആ ഒരു വലിയ സ്കെയിലിലാണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ ചെറിയ ടാർഗറ്റുകളല്ല ഉള്ളതെന്നും എല്ലാവരെയും ഭയപ്പെടുത്തുക. അപ്പൊ മീഡിയ വണ്ണിനെ നിരോധിക്കുന്നതുകൊണ്ടുള്ള, അല്ലെങ്കിൽ നിരോധിക്കുമ്പോൾ സർക്കാരിന്റെ ഒരു പ്ലാൻ എന്താണ്? ഇന്ത്യയിൽ ആകമാനമുള്ള മാധ്യമങ്ങൾക്കുള്ള മെസ്സേജാണ്, നിങ്ങൾ ഭരണകൂടത്തെ വിമർശിക്കുന്നുണ്ടെങ്കിൽ, വിമർശിക്കാനുള്ള ആലോചന ഉള്ളിലുണ്ടെങ്കിൽ എല്ലാവർക്കും ലൈസൻസ് ഉണ്ടെന്നും അത് പുതുക്കാൻ ഇവിടേക്ക് വരേണ്ടി വരുമെന്നും, വരുമ്പോൾ ഞങ്ങളത് പൂട്ടിക്കളയുമെന്നും ഭയപ്പെടുത്തുകയാണ്. ആ ഭയം നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു ചാനലിനെ 10 വർഷമായി രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു ചാനലിനെ പൂട്ടിക്കളയുമ്പോൾ സ്വാഭാവികമായും ഈ ജേർണലിസം ഫ്രട്ടേണിറ്റിയിൽ ഉണ്ടായി വരേണ്ട വലിയ ഒരു പ്രതിഷേധം ഉണ്ടല്ലോ, അത് ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടാകാത്തതിന്റെ കാരണം എന്താണ്? ആ ഭയം എന്ന് പറയുന്ന സംഗതിയാണ്. അപ്പോൾ ഭയം എന്ന് പറയുന്ന സംഗതി എല്ലാത്തിനെയും മൂടുകയാണ്, എല്ലാത്തിനെയും സാധാരണവൽക്കരിക്കുകയാണ്. ഇപ്പം ഇന്ത്യൻ മുസ്ലിങ്ങളുടെ എക്സിസ്റ്റൻസിനെ കുറിച്ച്, അവരുടെ അതിജീവനത്തെക്കുറിച്ച് നിങ്ങൾ സ്വാഭാവികമായും സംസാരിക്കുന്നു. ഇവിടെ ഇന്ത്യൻ മുസ്ലിങ്ങൾ സ്വാഭാവികമായും വലിയ തോതിലുള്ള എന്താ പറയുന്നത്, അരികുവൽക്കരണത്തിന്, അതിക്രമത്തിന് ഇരകളാക്കപ്പെടുന്നത് എത്രയോ ദശാബ്ദങ്ങളായി നമ്മൾ കാണുന്ന യാഥാർത്ഥ്യമാണ്. പുതിയ കാലത്തെ ഒരു സവിശേഷത എന്താണ്? പുതിയ കാലത്തെ സവിശേഷത എല്ലാത്തരം അതിക്രമങ്ങളും നോർമലൈസ് ചെയ്യപ്പെടുന്നു എന്നതാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണ്. ഇപ്പോൾ ദാദ്രിയിലെ അഖിലാഖിന്റെ കൊലപാതകം നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. വീട്ടിൽ ബീഫ് സൂക്ഷിച്ചു എന്ന കാരണം പറഞ്ഞ ഒരു മനുഷ്യനെ ഒരു കൂട്ടം ആളുകൾ വീട്ടിൽ കയറി വരുന്നു. അവിടെ ഉണ്ടായിരുന്ന എന്താണ്, ഒരു ടൈലറിങ് എക്യുപ്മെന്റ്, എന്താ തയ്യൽ മെഷീൻ എടുത്ത് തലക്കടിച്ചിട്ടാണ് അയാളെ കൊല്ലുന്നത്. എല്ലാവർക്കും ഓർമ്മയുള്ള സംഗതിയാണ് ദാദ്രിയിലെ അഖിലാഖിന്റെ കൊലപാതകം, കാലിക്കടത്ത് ആരോപണം, അല്ലെങ്കിൽ ബീഫിന്റെ പേരിലുള്ള കൊലപാതകം.
അതിനുശേഷം രാജ്യത്ത് എന്തുമാത്രം പേർ കാലിക്കടത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് നമ്മുടെ മനസ്സിലുണ്ടോ? ഇല്ല. അത്രമേൽ ആഴത്തിൽ നമ്മുടെ മനസ്സിൽ പതിഞ്ഞ സംഭവങ്ങൾ പിന്നെ ഇല്ല. കാരണം എന്താണ്? കാലിക്കടത്തിന്റെ പേരിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുക എന്നത് ഈ രാജ്യത്തൊരു സാധാരണ സംഭവമാക്കപ്പെട്ടു കഴിഞ്ഞു. നമ്മളെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ സ്പർശിക്കാൻ തക്കവണ്ണമുള്ള ഗ്രാവിറ്റി ആ വാർത്തക്കില്ല എന്ന് നമുക്ക് തന്നെ തോന്നിത്തുടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ഹരിയാനയിൽ 2 ചെറുപ്പക്കാർ അവർ വീട്ടിൽ നിന്ന് വേറെ ചില കാര്യത്തിന് വേണ്ടി ഇറങ്ങിപ്പോവുകയാണ്. വഴിയിൽ വെച്ച് അവരെ തടഞ്ഞു നിർത്തി, നിങ്ങൾ കാലിക്കടത്ത് ആരോപണം പോവുകയാണ്, നിങ്ങൾ പശുവിനെ കടത്താൻ വേണ്ടി വണ്ടിയായിട്ട് പോവുകയാണെന്നുള്ള ആരോപണം ഉന്നയിച്ചു. തല്ലി മൃതപ്രായരാക്കി കൊല്ലാറാക്കി. എന്നിട്ട് അവരെ പോലീസിനെ ഏൽപ്പിക്കാൻ നോക്കി. പോലീസ് പറഞ്ഞു ഇവർ മരിക്കാൻ പോകണം, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അവരെ 2 പേരെയും കൊണ്ടുപോയി വണ്ടി അടക്കം കത്തിച്ചു കൊന്നു കളഞ്ഞു. ഹരിയാനയിലുണ്ടായ സംഭവമാണ് ഏറ്റവും അവസാനത്തേതെന്ന് പറയാവുന്നതും. അതിനിടയ്ക്ക് എത്രയോ സംഭവങ്ങൾ. ഒരു മുസ്ലിമിനെ കണ്ടാൽ വഴിയിൽ തടഞ്ഞു നിർത്തി അയാളെ നീ കാലിക്കടത്തിന് പോവുകയല്ലേ, പശുക്കടത്തല്ലേ എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് തല്ലിക്കൊല്ലാൻ കഴിയും വിധത്തിൽ സാധാരണവൽക്കരിക്കപ്പെടുന്നു എന്നതാണ് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം നമ്മൾ കാണുന്നത്. പാർലമെന്റിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആദ്യത്തെ സെഷനിൽ രമേശ് ബുദ്ധുരി എന്ന് പറയുന്ന ഒരു BJP MP, RSS പശ്ചാത്തലമുള്ള ഒരു സംഘ് പരിവാർ MP, അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കെ ഡാനിഷ് അലി എന്ന മുസ്ലിം പേരുകാരനായ പ്രതിപക്ഷ MP തടസ്സപ്പെടുത്താനോ പ്രതിഷേധിക്കാനോ അല്ലെങ്കിൽ എന്തോ ഒരു ഒബ്ജക്ഷൻ ഉന്നയിക്കുകയാണ്. വളരെ പെട്ടെന്ന് അയാൾ പറയുന്നത് തീവ്രവാദിയായ നീ അവിടെ ഇരിക്കുക എന്നാണ്. ഡാനിഷ് അലിയോട്, ദീർഘമായ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു സീനിയർ പൊളിറ്റീഷ്യനോട്, പാർലമെന്റിന്റെ, അതായത് നമ്മുടെ ജനാധിപത്യത്തിന്റെ സ്ഥിരാകേന്ദ്രമായ സ്ഥലത്തിരുന്നുകൊണ്ട് ഒരു MP വളരെ പച്ചയ്ക്ക് പറയുകയാണ്, എടാ കൂട്ടിക്കൊടുപ്പുകാരാ, നീ തീവ്രവാദിയാണ്, നീ അവിടെ ഇരിക്കുകയെന്ന്. നിങ്ങൾ ആലോചിക്കണം ആ വാക്ക് എന്തുമാത്രം എന്ന് വെച്ചാൽ, പാർലമെന്റിൽ ജനാധിപത്യത്തിന്റെ പ്രധാന കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് ഒരു മുസ്ലിമിനെ മാക്സിമം മോശം വാക്കുകൾ കൊണ്ട് ആക്ഷേപിക്കാൻ കഴിയും. എന്നിട്ട് ഈ രാജ്യത്ത് ആർക്കെങ്കിലും ഞെട്ടലുണ്ടായോ? ഇല്ല. രമേശ് ബുദ്ധുരി എന്ന് പറയുന്ന MP-ക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഇല്ല. മഹുവ മൈത്ര എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ MP എത്തിക്കൽ കോഡ് വയലേറ്റ് ചെയ്തു എന്നൊരു പേരിൽ അവരുടെ MP സ്ഥാനം തെറിപ്പിച്ച അസാധാരണമായ നടപടി കഴിഞ്ഞ ആഴ്ച ഉണ്ടായി. പാർലമെന്റിൽ അവർക്ക് കൊടുത്തിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും സുഹൃത്തിന് കൈമാറി എന്ന കുറ്റം പറഞ്ഞ് അവർ ചോദ്യത്തിന് കോഴ വാങ്ങി എന്ന കുറ്റം, ഇനിയും തെളിയിക്കപ്പെടാത്ത കുറ്റം. പക്ഷെ അവരെ എത്തിക്സ് വയലേറ്റ് ചെയ്തുകൊണ്ട് അവരെ പുറത്താക്കി. നോക്കൂ, ഇന്ത്യൻ പാർലമെന്റ് എല്ലാ മനുഷ്യർക്കും തുല്യാവകാശമുള്ള ഒരു ജനാധിപത്യ മതേതര റിപ്പബ്ലിക്കായ ലോകത്തെ ഏറ്റവും വലിയ ജനായത്ത രാഷ്ട്രത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിനകത്ത് മുസ്ലിം പേരായതിന്റെ പേരിൽ ഒരു മനുഷ്യൻ തീവ്രവാദി എന്ന്, കൂട്ടിക്കൊടുപ്പുകാരെന്ന്, പിമ്പ് എന്ന വിളി കേൾക്കുന്നു. നമ്മുടെ സമൂഹത്തിന് ഒരു ഞെട്ടലുമില്ല. ആ എത്തിക്സ് കമ്മിറ്റി അയാളെ വിളിച്ചു വരുത്തി അയാൾക്കെതിരെ നടപടി എടുക്കുന്നില്ല, അയോഗ്യനാക്കുന്നില്ല ഒന്ന്. ഫൈനലി ദീർഘകാലത്തിന് ശേഷം അയാൾ ആ വാക്ക് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷേ നമുക്കൊരു ഞെട്ടലും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള അക്രമം എന്ന് പറയുന്നത് ഒരു വസ്തുതയായിരിക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള അക്രമങ്ങൾ, ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള അവരുടെ വംശീയ ഉന്മൂലന പദ്ധതി ഒരു സാധാരണ സംഗതിയായ ആളുകൾക്ക് തോന്നുന്നു എന്നിടത്ത് കൂടി പ്രശ്നം കിടക്കുന്നുണ്ട്. ഇത് സ്വാഭാവികമാണ്. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു സാധാരണ സംഗതിയാണ്. ദലിതുകൾ ആക്രമിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു സാധാരണ സംഗതിയാണ്. അതിലിപ്പോൾ നമുക്കെന്ത് ഞെട്ടാനിരിക്കുന്നു എന്നതിലേക്ക്, ഒരു സാധാരണ ബോധത്തിലേക്ക് നമ്മൾ എത്തുന്നു എന്നിടത്താണ് പ്രശ്നമുള്ളത്. അപ്പോൾ എന്താണ് അതിനകത്ത് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ, നമ്മൾ വീണ്ടും ആവർത്തിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പൊളിറ്റിക്കൽ ആവുക എന്നതാണ്. രാഷ്ട്രീയ ബോധമുള്ള മനുഷ്യന്മാരായിട്ട് മാറുക എന്നതാണ്. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമാകുക എന്നോ ഏതെങ്കിലും എസ്റ്റാബ്ലിഷ്ഡ് പൊളിറ്റിക്കൽ പാർട്ടിയോടുള്ള നിങ്ങളുടെ വിധേയത്വം പ്രഖ്യാപിക്കുക എന്നുള്ളതല്ല. മറിച്ച് എന്താണ്, നമ്മൾ ജീവിക്കുന്ന രാജ്യം ഏതാണെന്ന്, ആ രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന്, അവിടെ എന്തൊക്കെ രാഷ്ട്രീയ പദ്ധതികളാണ് മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ളത് എന്ന്, ആ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം ആത്യന്തികമായി നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കണ്ട ഈ രാജ്യത്തെക്കുറിച്ചുള്ള സ്വപ്നത്തിന്റെ അടിത്തറ എങ്ങനെയാണ് ഇളക്കിക്കളയുന്നത് എന്നതിനെക്കുറിച്ച് നിരന്തര ജാഗ്രതയുള്ളവരായിരിക്കുക, നിരന്തരമായ ബോധ്യമുള്ളവരായിരിക്കുക. എവിടെയും ഒരു കംഫർട്ട് സോൺ അവശേഷിക്കുന്നില്ല എന്ന ബോധ്യമാണ് നമ്മളെ രാഷ്ട്രീയ ജാഗ്രതയുള്ളവരാക്കുക. കേരളത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് പൊതുവെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല തോന്നുന്നു. കേരളത്തിൽ പൊതുവെ ഫാസിസ്റ്റുകളൊന്നും ഭരിക്കുന്നില്ല. ഇവിടെ 2 മുന്നണികൾ മാറി മാറി ഭരിക്കുന്നു, കംഫർട്ടബിൾ ആണ്. ഫാസിസം എന്നൊക്കെ നമുക്കിവിടെ ഒരു സെമിനാർ വിഷയമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷെ ഒരു ദിവസം രാവിലെ സ്വന്തം സ്ഥാപനം പൂട്ടിയപ്പോൾ ഫാസിസം ഒരു കംഫർട്ട് സോണിലേക്കും, ഏത് കംഫർട്ട് സോണിലേക്കും കടന്നു വരും നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. മനസ്സിലാക്കിയ ആളെന്ന് ഞാൻ പറയാണ്, ഒരാൾക്കും കംഫർട്ട് സോൺ എന്ന് പറയുന്ന സംഗതിയില്ല. നമ്മുടെ രാഷ്ട്രത്തെ, നമ്മുടെ സമൂഹത്തെ ആരോഗ്യകരമായ ഒരു പ്രതലത്തിലേക്ക് പുനഃസ്ഥാപിക്കാൻ, പുനഃപ്രതിഷ്ഠിക്കാനുള്ള സവിശേഷമായ ബാധ്യത നമുക്കുണ്ട്. സന്തോഷകരവും സമാധാനപൂർണവുമായ ആരോഗ്യകരമായ ഒരു സാഹചര്യത്തിൽ മാത്രമേ നമ്മുടെ സ്വകാര്യ ജീവിതം പോലും നമുക്ക് സന്തോഷകരമായി കൊണ്ടുപോകാൻ കഴിയൂ. അപ്പം എനിക്ക് മാത്രമായി സ്വസ്ഥമായി ജീവിച്ച് കളയാം, മറ്റതൊക്കെ സെമിനാർ വിഷയങ്ങളാണ്, ഫാസിസം ഉത്തരേന്ത്യയുടെ സബ്ജക്റ്റാണ് എന്ന് നമ്മൾ വിചാരിച്ച് കളയാൻ പാടില്ല.
സ്വസ്ഥമായ ജീവിതം, സ്വതന്ത്രമായ ജീവിതം, സമാധാനപൂർണമായ ജീവിതം എന്നത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതം എന്നതുപോലും സമാധാനപൂർണമായ അന്തരീക്ഷത്തിൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത ഒരിടത്ത് മാത്രം സാധ്യമാകുന്ന ഒന്നാണ്. അതുകൊണ്ട് ആ സമാധാനത്തെയും ആ ഹാർമണിയെയും വീണ്ടെടുക്കാനുള്ള വലിയ പോരാട്ടത്തിൽ അണിചേരുക. അപ്പോൾ ആ മുദ്രാവാക്യം നിങ്ങൾ നിശ്ചയമായും ഉയർത്തിപ്പിടിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആളുകളെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള, പൊളിറ്റിക്കലി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള എല്ലാ ഇത്തരം എക്സസൈസുകളും നിശ്ചയമായും ഈ രാഷ്ട്രം ആവശ്യപ്പെടുന്നതാണ്, അത്രമേൽ ആവശ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ പരിപാടി സംഘടിപ്പിച്ചവർ, ഈ പരിപാടിയെക്കുറിച്ച് വളരെ വിഷണറി ആയിട്ടുള്ള കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്നവർ, ഇതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നവർ എല്ലാവർക്കും സവിശേഷമായ അഭിവാദ്യം. ഒരിക്കൽ കൂടി ഞാൻ ദീർഘനേരം സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി സവിശേഷമായ സന്തോഷം. ഞാനിങ്ങനെ ഒരു സദസ്സിന് മുമ്പിൽ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ് ഇരിക്കുന്നു. എനിവേ, താങ്ക് യു. അസ്സലാമു അലൈക്കും സർ. ഇപ്പോൾ സംസാരിച്ച പോലെ രാഷ്ട്രം നാളത്തെ യുവതലമുറ എന്ന നിലയിൽ ഞങ്ങൾക്ക് എങ്ങനെ ഒരു നല്ല രാഷ്ട്രീയത്തോടെ സൃഷ്ടിക്കാൻ പറ്റും? അത് ഇപ്പോൾ നല്ലൊരു രാഷ്ട്രം സൃഷ്ടിക്കുക എന്നത് ഏത് സമയത്ത് സാധ്യമാകുന്നതാണെന്ന് പറയാൻ കഴിയാത്ത വിധം സങ്കീർണമാണ്, കോംപ്ലിക്കേറ്റഡ് ആണ് നമ്മുടെ സിറ്റുവേഷൻ. പക്ഷെ ഞാൻ പറയുന്നത് മുഴുവൻ മനുഷ്യരും, അതായത് ഈ രാജ്യത്തെ പരമാവധി ആളുകൾ പൊളിറ്റിക്കലാവുക എന്നതാണ് നമ്മുടെ രാഷ്ട്രത്തെ വീണ്ടെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. കാരണം ഒരു ദിവസം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് അട്ടിമറിക്കാൻ കഴിയുന്നതല്ല ഈ രാജ്യത്തെ ഇന്നിപ്പോൾ ഗ്രസിച്ചിരിക്കുന്ന പ്രശ്നം. അത് കേവലം ഒരു ഭരണകൂടമല്ല. നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് നയങ്ങളുമല്ല, മറിച്ച് എന്താണ്, വലിയ തോതിൽ ഹേറ്റ് എന്ന് പറയുന്ന സംഗതി, ഡിവിഷൻ എന്ന് പറയുന്ന സംഗതി രാജ്യത്തെ വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഗുജറാത്ത് കലാപം ഉണ്ടാകുമ്പോൾ ഗുജറാത്ത് കലാപത്തിൽ ഒരു പരിചയവുമില്ലാത്ത ആളുകളാണ്, ഒരു വ്യക്തിവിരോധവും ഇല്ലാത്ത ആളുകളാണ് അപ്പുറത്ത് പോയിട്ട് ആളുകളെ റേപ്പ് ചെയ്യുന്നത്, കൊല്ലുന്നത്, വീടുകൾക്ക് തീ വയ്ക്കുന്നത്, കൊള്ളയടിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം എന്താണ് അവരെ, ഒരു വ്യക്തിവിരോധവും ഇല്ലാത്ത ആളുകളെ മാരകമായി റേപ്പ് ചെയ്യാനും ക്രൂരമായി കൊലപ്പെടുത്താനും അവരെ പ്രചോദിപ്പിക്കുന്ന ഘടകം എന്താണ്? അത് ദശാബ്ദങ്ങൾ കൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ പ്രോസസ്സിലൂടെ അവരുടെ ഇടയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഹെയ്റ്റാണ്. നോക്കൂ, നമ്മളിവിടെ 2 കോടി തൊഴിലവസരം ഒരു വർഷം തരുമെന്ന് ഭരണകൂടം പറയുന്നു. ആ 2 കോടി തൊഴിലവസരം ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല, നോട്ട് നിരോധനം എന്ന ഒരു കോമാളി ഏർപ്പാടിലൂടെ 50 ലക്ഷം തൊഴിൽ ഈ രാജ്യത്ത് ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു. ഏതാണ്ട് എല്ലാ ഇൻഡസ്ട്രിയും തകർന്നു. നമ്മുടെ രാജ്യത്ത് നോക്കൂ, 108 രൂപ ഏറ്റവും കൂടുതൽ എണ്ണവില വാങ്ങിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണിത്. അഴിമതി ആരോപണങ്ങളിന്മേൽ ചോദ്യങ്ങൾ ഉന്നയിക്കാനോ ഓഡിറ്റ് ചെയ്യാനോ കഴിയാത്ത വിധം പ്രശ്നമുണ്ട്. മാധ്യമങ്ങൾ പ്രശ്നത്തിലാണ്, നിരന്തര സംഘർഷത്തിലാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും നിരന്തരമായി എന്തുകൊണ്ട് വിദ്വേഷ രാഷ്ട്രീയം വിജയിക്കുന്നു? അതിന് കാരണം എന്താണ്? നമ്മുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾക്ക് മേലെ വെറുപ്പിനെ സ്ഥാപിക്കാൻ, സാംസ്കാരികമായി തന്നെ സ്ഥാപിക്കാൻ ഒരു വലിയ പ്രോജക്റ്റിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിനെ വീണ്ടെടുക്കുക എന്നുള്ളത് ഒരു സമയമെടുക്കുന്ന പ്രക്രിയയാണ്. അതെന്താണ്? നമുക്ക് ഈ ഡിവിസീവ് പൊളിറ്റിക്സിനേക്കാൾ അപ്പുറം, ആരാധനാലയങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളെക്കാളും സംഘർഷങ്ങളെക്കാളും അപ്പുറം ജീവസന്ധാരണ പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ടതാണ്. സാധാരണ മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള അർഹത, എല്ലാവർക്കും തുല്യമായ സ്വാതന്ത്ര്യവും പദവിയും, എല്ലാവർക്കും ചോറും പാലും തൊഴിലും, ഈ പോയിന്റിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാൻ കഴിയണം. ആ കൊണ്ടുവരാൻ കഴിയുന്നതിന് നമുക്കൊരു ഒരു മുന്നണി ഉണ്ടാക്കി, സഖ്യം ഉണ്ടാക്കി സർക്കാരിനെ മാറ്റുന്നത് പോലെ ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അത് സാംസ്കാരികമായി തന്നെ, ചിന്താപരമായി തന്നെ ആളുകളെ മാറ്റാനുള്ള ഒരു പ്രോസസ്സ് ഉണ്ടാവണം. ആ പ്രോസസ്സിൽ നമ്മളെന്താ ചെയ്യേണ്ട? നമ്മളാദ്യം പൊളിറ്റിക്കലാവുക. നമ്മുടെ രാജ്യം കുഴപ്പത്തിലാണ് എന്ന് മനസ്സിലാക്കുക. അതിനെ തിരിച്ചെടുക്കാനുള്ള ബാധ്യത എനിക്കുണ്ടെന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളോട് നിങ്ങൾ ആ രാഷ്ട്രീയം പറയുക. ആളുകൾ വഴിതെറ്റി പോകുന്നത് തടയുക. മിസ്ലീഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ കൊണ്ട് നിറഞ്ഞു കുത്തി ഒഴുകുന്ന നാടാണ് ഇന്ത്യ. അവിടെ ആളുകളോട് സത്യം പറയുക. നമ്മൾ സത്യത്തിൽ പ്രശ്നത്തിലാണ്. നമ്മളിങ്ങനെ അധികാരം അതിജീവിക്കില്ല. ഭിന്നിച്ചും തെറ്റിച്ചും ഒരു സമൂഹവും മുന്നോട്ട് പോയിട്ടില്ല. ഇത് നമുക്ക് പറ്റുന്ന ആൾക്കാരെ പഠിപ്പിക്കുക, ആ രാഷ്ട്രീയം പകരുക. ആ ബോധമുള്ള മനുഷ്യന്മാരുടെ സമൂഹം വലുതാവുമ്പോൾ സ്വാഭാവികമായും വീണ്ടെടുപ്പിൻ്റെ ഒരു വലിയ പദയാത്ര വരും. നമ്മൾ ആ പദയാത്ര സൃഷ്ടിക്കുക. അത് എന്നാണ് നമുക്ക് ഉറപ്പുള്ള കാര്യമല്ല, ബട്ട് നമ്മുടെ കോൺട്രിബ്യൂഷൻ ഉറപ്പാക്കുക. അതേ പറ്റൂ. അല്ലാതെ ഇതിന് നൈമിഷികമായ പരിഹാര മാർഗമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നതേ ഇല്ല. താങ്ക് യു. ഹായ് സർ, ചോദ്യം കുറച്ച് പേഴ്സണലാണ്.
ഇപ്പം എല്ലാ നിലവിലെ സാഹചര്യം സാർ പറഞ്ഞല്ലോ, എത്രത്തോളം സ്ട്രഗിൾസിലൂടെയാണ് മീഡിയ പോകുന്നത്. സാർ അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ആ കരിയറിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ ആസ് എ പേഴ്സൺ, ഞാൻ ജേർണലിസം ഫീൽഡിൽ കുറച്ച് താല്പര്യമുള്ള ഒരാളാണ്. ചോദിക്കുകയാണ്, ആ ഫീൽഡിൽ നമ്മൾ നമ്മുടെ എത്തിക്സ് അല്ലെങ്കിൽ അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രൊഫഷൻ എത്രത്തോളം സാർ സ്ട്രഗിൾ ചെയ്യുന്ന വരുന്നുണ്ട്, അല്ലെങ്കിൽ വൈ വൺ ഷുഡ് ചൂസ് മീഡിയ വൺ എന്നുള്ള ക്വസ്റ്റ്യന് സാർ എന്താണ് ഉത്തരം പറയാം? ഇത്രത്തോളം സ്ട്രഗിൾസ് നമ്മുടെ മുന്നിലുണ്ട്, കുറച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാമെന്നെങ്കിൽ ബെറ്റർ കരിയർ ഓപ്ഷൻസ് സാറ് മുമ്പിലുണ്ട് എന്നിരിക്കെ തന്നെ വൈ വൺ ഷുഡ് ചൂസ് മീഡിയ വൺ എന്നുള്ളതിന് എന്തായിരിക്കും ഉത്തരം? വളരെ സീരിയസ് ആയിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയം പറയുന്ന നമ്മുടെ അതിജീവന വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എന്നോട് വരാൻ പറയുകയും ഞാൻ വേദിയിലേക്ക് വരുമ്പോൾ കൈയടിക്കുകയും ചെയ്യുന്നില്ലേ? ഇത് ചൂസ് ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. മനുഷ്യർ നമ്മളിൽ വിശ്വാസം അർപ്പിക്കുന്നു, നിങ്ങൾ ചെയ്യുന്നതിൽ തരക്കേടില്ല എന്ന് മനുഷ്യർ പറയുന്നു എന്നത് ഈ ജോലിയിൽ ഉണ്ടാകുന്ന വലിയ സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ എന്താണ് സ്ട്രഗിൾ എന്ന് ചോദിച്ചാൽ ആ സ്ട്രഗിളിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഒരു ദിവസം രാവിലെ പോകാൻ നോക്കുമ്പോൾ ഓഫീസ് ഉണ്ടായില്ല, ഇനി വേണ്ട, ഈ സ്ഥാപനം പ്രവർത്തിക്കേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇത് എന്ന് തുറക്കും? ഈ കേസുകൾ ജയിക്കുമോ? രാജ്യത്തെ പിടിച്ചു കുലുക്കിയിട്ടുള്ള പലതരം വലിയ കേസുകളിൽ പോലും നീതിയുടെ പക്ഷം വളരെ കൂടുതലായി തോറ്റുപോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കേസിൽ കേരളത്തിൽ നിന്ന് ഒരു ചാനൽ ശ്രമിക്കുന്നു, അതിൻ്റെ മാനേജ്മെൻറ്റ് ആരാണ്, അതിൻ്റെ പ്രൊമോട്ടേഴ്സ് ആരാണെന്ന് നമുക്കറിയാം. അങ്ങനെയൊരാളുടെ ഒരു സംഘത്തിൻ്റെ വിജയ സാധ്യത എന്താണെന്നൊക്കെയുള്ള വലിയ ആശയക്കുഴപ്പം സത്യത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും വേറെ എങ്ങോട്ടെങ്കിലും പോകാം എന്ന് ചിന്തിക്കാത്തതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നാണ്. നിങ്ങൾക്ക് ഒരു സമഗ്രാധിപത്യം പിടിമുറുക്കുന്ന കാലത്ത് എങ്ങോട്ടെങ്കിലും ഓടി ഒളിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല, അത് നിങ്ങളുടെ പിന്നാലെ ഉണ്ടാവും. എന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്നിട്ട് എന്താ പറയുക, ഈ നമ്മുടെ ഫൈറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഫൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മാത്രം ഫൈറ്റല്ല, വ്യക്തി എന്ന നിലയ്ക്കുള്ള നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ വേണ്ടി കൂടെയുള്ള, രാഷ്ട്രം നൽകുള്ള നമ്മുടെ സമൂഹത്തിന് വേണ്ടി കൂടിയുള്ള ഫൈറ്റാണ്. അപ്പോൾ അതിനെ ഏറ്റെടുക്കാനും അതിലെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ ജോലി ചെയ്യുമ്പോൾ നമ്മളൊരു ക്വാളിറ്റി ജോലിയാണ് ചെയ്യുന്നത് എന്ന ആളുകൾക്കൊരു മെസ്സേജ് കൊടുക്കലുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് കൊണ്ട് ജനത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം, നമുക്ക് സ്വന്തം ഒരു ആത്മാഭിമാനവും സ്വന്തം ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനും ഉണ്ടാവണം എന്നീ ഘടകങ്ങളൊക്കെ മുൻനിർത്തിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മാത്രമാണ് ഇത് ചെയ്യുന്നത്, മീഡിയ വൺ മാത്രമാണ് ഏറ്റവും നന്നായി മാധ്യമ പ്രവർത്തനം ചെയ്യുന്നത്, ബാക്കിയെല്ലാം അപകടത്തിലാണെന്നുള്ള അതിര് കവിഞ്ഞ അവകാശവാദവും ഞാൻ ഉന്നയിക്കുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുവേ കേരളത്തിലെ മാധ്യമങ്ങൾ കുറച്ചുകൂടിയൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് നിൽക്കുന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ എന്നാലും അതിനെ വലിയ തോതിലുള്ള ഈ പറയുന്ന വലതുപക്ഷ താല്പര്യങ്ങൾ വന്നതിനകത്ത് ഗ്രസിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കളമശ്ശേരി സ്ഫോടനം ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങളുടെ ഒരു പൊതുവായ സമീപന രീതി നിങ്ങൾ കണ്ടതാണ്. എന്താണ് അതൊരു ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ആണോ എന്ന് ആലോചിക്കുന്നതിന് മുൻപ് അതൊരു മുസ്ലിം ഉണ്ടാക്കിയ സ്ഫോടനമാണെന്ന് ചിന്തിക്കുന്നതിലേക്ക് കേരളത്തിലെ ന്യൂസ് റൂമുകൾ പലതും പോയിട്ടുണ്ട്. പിന്നെ ഈ BJP എന്താ പറയുന്നത് വലതുപക്ഷത്തിൻ്റെ നുണകൾ ആധികാരികമായി നമുക്ക് വേണമെങ്കിൽ ന്യൂസ് റൂമിലിരുന്നും പറയാം എന്ന് പറ്റുന്ന തരത്തിലുള്ള പുതിയ ഒരു സംസ്കാരം കേരളത്തിൽ രൂപപ്പെടുത്തിക്കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ചില കുഴപ്പങ്ങളൊക്കെ കേരളത്തിലുണ്ടെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ പൊതുവേ കുറച്ചുകൂടെയൊക്കെ ഒരു ആരോഗ്യകരമായ പൊസിഷനിൽ നിൽക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ജനങ്ങളുടെ ഒരു ഓഡിറ്റ് അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. ആളുകൾ ക്വാളിറ്റി കണ്ടന്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് എന്ന് പറയുന്ന ആൾക്കാരുള്ള നാടാണിത്. നമുക്ക് തെറ്റിപ്പോയാൽ അപ്പോൾ തന്നെ നമുക്ക് മെസ്സേജ് അയക്കുന്ന, നിങ്ങൾ പറഞ്ഞതിൽ രാഷ്ട്രീയമായ പിശകുണ്ട്, നിങ്ങൾ പറഞ്ഞതിൽ ഫാക്ച്വൽ എറർ ഉണ്ടെന്ന് പറയുന്ന ആൾക്കാരുള്ള നാടാണ്. ആ നിലയ്ക്കുള്ള ഓഡിറ്റിംഗ് ഉള്ള സ്ഥലം നിലയ്ക്ക് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, കുറച്ചെങ്കിലും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കേരളത്തിലെ മാധ്യമങ്ങൾ നിർബന്ധിതമാകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. അപ്പോൾ സ്ട്രഗിൾ എന്താണെന്ന് ചോദിച്ചാൽ, സ്ട്രഗിൾ ഇന്ത്യയിലെ മാധ്യമങ്ങൾ പൊതുവെ നേരിടുന്ന സ്ട്രഗിളുണ്ട്. നിങ്ങളിപ്പോൾ ദ വയർ എന്ന് പറയുന്ന പോർട്ടലിൽ പോയിട്ടുണ്ടോ? ദ വയർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് ജേർണലിസം ചെയ്യുന്ന പോർട്ടലുകളൊന്നാണ്. പക്ഷെ നിങ്ങളത് അവരുടെ ഒരു ആർട്ടിക്കിൾ വായിച്ചാൽ താഴെ അവർ എഴുതി വെച്ചിട്ടുണ്ട് 20 രൂപ തരാമോ, 200 രൂപ തരാമോ, നിങ്ങൾക്ക് സഹായിക്കാമോ എന്ന്. കാരണം എന്താണ്, അവർ ജെന്യുവനായിട്ട് അത് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് സർവൈവ് ചെയ്യാൻ വലിയ പ്രയാസമുണ്ട്. അവരെ അത്രയും ബുദ്ധിമുട്ടിക്കുകയാണ് സ്റ്റേറ്റ്. അപ്പോൾ ആ ക്രൈസിസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മീഡിയ മൊത്തം നേരിടുന്ന ഒന്നാണ്. നിങ്ങളൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള വർക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രയാസമാണ് ഇന്ത്യയിൽ. അത് മീഡിയ വണ്ണിൻ്റെ മാത്രമായിട്ടൊരു പ്രശ്നമല്ല. മീഡിയ വൺ അതിൻ്റെ ആദ്യത്തെ വലിയ ഇരയായി മാറിയെന്ന് ഒഴിച്ചു നിർത്തിയാൽ ഇന്ത്യയിലെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പോൾ പേഴ്സണലല്ല, വ്യക്തിപരമല്ല നമ്മൾ നേരിടുന്ന ഒരു ക്രൈസിസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മുടെ ബാധ്യത എന്താണ്? ജനങ്ങളിൽ നമ്മൾ ഏൽപ്പിക്കുന്ന ഭാരം എന്താണ്? അത് ഏറ്റെടുക്കാനുള്ള ശ്രമമാണ്, അത് നിർവഹിക്കാനുള്ള ശ്രമമാണ്.
യെസ്. അപ്പം നമ്മളിപ്പോൾ ഒരു ട്രെൻഡിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ ട്രെൻഡിൻ്റെ ആൾക്കാരെ കൂടെ പോവുക, അല്ലെങ്കിൽ ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും വേഗം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. അപ്പോൾ അതൊരു മാധ്യമത്തെക്കുറിച്ച് സംബന്ധിച്ച് അത് വേണമെന്നുള്ളത് അനിവാര്യവുമാണ്. അപ്പോൾ ഒരു ന്യൂസ് നമ്മൾ വേഗം ആ ട്രെൻഡിനൊപ്പം പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന സമയത്ത് മീഡിയ വണ്ണിന് അല്ല, ഏതൊരു പ്രശ്നമായാലും മേ ഓർ മേ നോട്ട് ബി കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മീഡിയ വണ്ണ് അതിന് പാലിക്കുന്ന സൂക്ഷ്മതകളെ കുറിച്ച് ഒന്ന് പറയാം. മീഡിയ വൺ പിഴവുകളൊന്നുമില്ലാത്ത ഒരു വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥാപനമാണെന്നുള്ള അമിതമായ അവകാശവാദം ഞാൻ ഇവിടെ ഉന്നയിക്കുന്നില്ല. മീഡിയ വണ്ണിന് എമ്പാടും തെറ്റുകൾ പറ്റിപ്പോകാറുണ്ട്. കാരണം മനുഷ്യന്മാരാണ് അതിനകത്ത് ജോലി ചെയ്യുന്നത്, യന്ത്രങ്ങളല്ല. മനുഷ്യ സഹജമായിട്ടുള്ള പിഴവുകൾ സ്വാഭാവികമായും സംഭവിക്കുന്നതിൻ്റെ ഭാഗം മീഡിയ വണ്ണും സംഭവിക്കാറുണ്ട്. പക്ഷെ മീഡിയ വണ്ണിനെ സംബന്ധിച്ച് അതിന് പറ്റുന്ന പിഴവുകളെ അത് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിന് തിരുത്തുകൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് പറ്റിപ്പോയിട്ടുണ്ട് എന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട്. തിരുത്തേണ്ടതിനെ തിരുത്തുക, അത് പറഞ്ഞു പോവുക എന്നൊരു നില അത് എടുത്തു പോകുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്ന കാര്യം. സവിശേഷമായ ശ്രദ്ധ എന്താണെന്ന് ചോദിച്ചാൽ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ രാജ്യത്ത് മാധ്യമങ്ങൾക്കകത്ത് വരുന്ന വാർത്തകൾ വലിയ തോതിലുള്ള സ്പ്ലിറ്റ് ഉണ്ടാക്കാനും മനുഷ്യരെ തെറ്റിക്കാനും ഒക്കെ ശേഷിയുള്ളതാണ്. അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് നേരെ സംശയത്തിൻ്റെ മുനയുണ്ടാക്കാനും ഒരു പ്രത്യേക വിഭാഗത്തിനോട് വെറുക്കാനും അവരെ അകറ്റി നിർത്താനും ഒക്കെ ആളുകളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ മിസ്ഇൻഫർമേഷൻ്റെ വലിയ കുത്തൊഴുക്കുള്ള കാലത്ത് നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ അതിനകത്ത് ഉണ്ടായിക്കൂടാ. നമ്മൾ ആ കാര്യത്തിലൊരു സൂക്ഷ്മത പാലിക്കണം. നമ്മൾ കാണിക്കുന്ന ഒരു എടുത്തുചാട്ടം കൊണ്ട് സമൂഹത്തിലൊരു കാലുഷ്യം ഉണ്ടായിക്കൂടാ എന്ന ജാഗ്രത അത് പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാലും അതിനിടയ്ക്ക് ചില അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോയിട്ടുണ്ടാവണം, തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടാവണം. ആ തെറ്റുകളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. എന്താണ്, നമുക്കൊരു പിഴവ് പറ്റിപ്പോയാൽ, പിഴവ് പറ്റാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ തെറ്റ് പറ്റിപ്പോയാൽ അത് അഡ്രസ്സ് ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ, അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുക എന്നതാണ്. അത് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഓക്കെ. അഭിലാഷ് മോഹൻ സാറ് അത്രയും കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു മീഡിയ വണ്ണിൽ നിന്ന് വേറൊരു ചാനലിലേക്ക് പോയിട്ടുണ്ടായത്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായ ഒരു സീനിയർ ഓഫീസർ മീഡിയ വണ്ണിലേക്ക് വരികയുണ്ടായി. ഇതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സ് ആണോ അതോ ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചേഞ്ച് ആണോ? ഇനി നാളെ സാറും ഈ ചാനലിൽ തന്നെ ഉണ്ടാവോ? കുറേ ഫാൻസ് ഉള്ളതാണ്. അപ്പോൾ അല്ല, ആളുകൾ മാറുക എന്നുള്ളത് സ്വാഭാവികമാണ്. അഭിലാഷ് അവിടുന്ന് വേറൊരു ചാനലിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്, അവിടുന്ന് വേറൊരു ചാനലിൽ പോയി. അതിന് മുമ്പ് അദ്ദേഹം വേറെ 2-3 ചാനലുണ്ടായിരുന്നു. അവിടുന്നാണ് സ്മൃതി പരുത്തിക്കാട് വന്നത്, അവർ വേറൊരു ചാനലിൽ പോയി. തൊഴിൽ മേഖല കൂടിയല്ലേ ഇത്? നമ്മളിതൊക്കെ പറയുമ്പോഴിതൊരു തൊഴിൽ മേഖലയാണ്. അപ്പോൾ ആളുകൾ സ്ഥാപനം മാറുക എന്നുള്ളത് ഒരു സ്വാഭാവികമായ സംഗതിയാണ്. അത്രേ ഉള്ളൂ അതിനകത്ത്. യെസ്. മീഡിയ വൺ മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ അതോ മറ്റ് ഭാഷകളിലും നമുക്ക് പ്രതീക്ഷിക്കാമോ? അതിൻ്റെ മാനേജ്മെൻറ്റ് എടുക്കേണ്ട ഡിസിഷനാണെന്ന് തോന്നുന്നു എനിക്ക്. ചാൻസ് ഉണ്ടോ? അങ്ങനെ ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങളൊക്കെ കാണാം. നിങ്ങൾ നോക്കൂ, മലയാളത്തിലൊരു സ്ഥാപനം നടത്തുമ്പോഴുള്ള പ്രയാസം കാണുന്നുണ്ടല്ലോ അല്ലേ? മലയാളത്തിലായതുകൊണ്ട് വിട്ടുകളയാമെന്ന് അവർ തീരുമാനിച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ തുടങ്ങിയ എന്തായിരിക്കും ഒരു കഥ എനിക്കറിയില്ല. പക്ഷെ അത് തീരുമാനിക്കേണ്ടത് ആ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പുകാരാണ്. ദേശീയ സ്വഭാവമുള്ള ചാനൽ ഉണ്ടാക്കുന്നതിൽ സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, താങ്ക് യു. അപ്പം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. വളരെ കൃത്യമായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് വലിയൊരു മെസ്സേജാണ്. ഈവൻ ക്യാമ്പസിലെ സ്റ്റുഡൻസ് എന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടങ്ങളിൽ കൃത്യമായിട്ട് രാഷ്ട്രീയ ബോധം വളർത്താൻ, രാഷ്ട്രീയമായിട്ടുള്ള നിങ്ങളുടെ ആശയങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട്, റീഡിങ്സ് നടത്തിക്കൊണ്ട് കൃത്യമായി സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കാനുള്ള ഒരു മെസ്സേജ് കൂടി തന്നിട്ടാണ് ഈ സെഷന് വൈൻഡപ്പ് ചെയ്യുന്നത്. കൂടുതൽ വായിക്കുക. ഇൻഷാ അല്ലാഹ് ഒരിക്കൽ കൂടി GIO കേരളയുടെ പേരിൽ തിരക്കുകൾക്കിടയിലും നമുക്ക് വേണ്ടി ഈ ഒരു അരമണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്ത് കുറേ കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തന്ന നിഷാദ് സാറിന് GIO കേരളയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.